12th ക്വസ്റ്റ്യൻ കണ്ടോ? പി എന്ന് പറയുന്നത് ഹിൽബർട്ട് സ്പേസിൽ ഒരു പ്രൊജക്ഷനാണ് തന്നിട്ടുണ്ട്. നമുക്ക് കാണിക്കേണ്ട എന്താ? പി ഒരു സെൽഫ് അഡ്ജോയിൻ്റ് ആണെങ്കിൽ കേർണൽ ഓഫ് പി ഓർത്തോഗണൽ ടു ഇമേജ് ഓഫ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഇതിൻ്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എവിടെയും ഒരു ഓർത്തോ പ്രൊജക്ഷനിലും വരും. പക്ഷേ രണ്ടിൻ്റെയും മെത്തേഡ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പാർട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗവും കാണിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം സെൽഫ് അഡ്ജോയിൻ്റ് ആണെന്ന് എടുത്തിട്ട് കേർണൽ ഓഫ് പി ഓർത്തോഗണൽ ടു ഇമേജ് ഓഫ് പി എന്നാണ് കാണിക്കുന്നത്. സെൽഫ് അഡ്ജോയിൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്ന പ്രൊട്ട് ടി എക്സ് വൈനെ എക്സ് ടി വൈ എന്ന് എഴുതാം. ഇന്ന പ്രൊട്ട് എക്സ് ടി വൈ എന്ന് എഴുതാം. ഇതിൽ ഞാൻ എക്സ് കേർണൽ ഓഫ് ടിയും വൈ ഇമേജ് ഓഫ് ടിയിലും എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെഡ് ഇമേജ് ഓഫ് ടിയിൽ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെഡിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് ഉണ്ടാവില്ലേ, അതിന് ഞാൻ വൈ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, സെഡിലേക്ക് മാപ്പ് ചെയ്യുന്ന ടിയിലൊരു എലമെൻറ്റ് ഉണ്ടാവും, അതിന് ഞാൻ വൈ എന്ന് വിളിക്കുകയാണ്. അപ്പം ടി വൈ എന്തായിരിക്കും? സെഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എക്സ് സെഡ് കാണുന്ന കാരണം എന്താ? നമുക്ക് കേർണൽ ഓഫ് പി ഓർത്തോഗണൽ ടു ഇമേജ് ഓഫ് പി എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കേർണൽ ഓഫ് പിയിൽ ഒരു എലമെൻറ്റ് എക്സ് എടുത്തു, ഇമേജ് ഓഫ് പിയിൽ ഒരാളാണ് സെഡ്, അതെടുത്തു. അപ്പോൾ ഇനി എക്സ് സെഡിൻ്റെ ഇന്ന പ്രോഡക്റ്റ് കാണാം. ഇത് കാണുമ്പോൾ എന്ത് വരും? എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടി വൈ ആ. ഇനി ഇതെന്താണ്? സെൽഫ് അഡ്ജോയിൻ്റ് അല്ലേ? സെൽഫ് അഡ്ജോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് ഇതിനെങ്ങനെ എഴുതാം? ഇനി ടി എക്സ് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുക? എക്സ് കേർണലുള്ളതല്ലേ, കേർണൽ ടിയിലുള്ളതല്ലേ? അപ്പോൾ ടി എക്സ് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുക? 0. അപ്പോൾ ഇതെന്തായി? 0 എന്നായി. അപ്പോൾ ഇന്ന പ്രോഡക്റ്റ് എക്സ് സെഡ് 0 എന്ന് പറയുമ്പോൾ ഇവരെന്തായി? ഓർത്തോഗണലാണെന്ന് കിട്ടി. അപ്പോൾ ഈ ഭാഗം പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താ? കേർണൽ ഓഫ് പി ഓർത്തോഗണൽ ടു ഇമേജ് ഓഫ് പി. നമുക്ക് കാണിക്കേണ്ട എന്താ? സെൽഫ് അഡ്ജോയിൻ്റ് എന്ന് വെച്ചാൽ ഇന്ന പ്രോഡക്റ്റ് ടി എക്സ് വൈ ഈക്വൽ ടു ഇന്ന പ്രോഡക്റ്റ് എക്സ് ടി വൈ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് രണ്ടും സെയിം പ്രോഡക്റ്റ് ആണെന്ന് കാണിച്ചാൽ പോരെ. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന പ്രോഡക്റ്റ് ടി എക്സ് വൈ കാണും. അതിൽ എക്സ് വണ്ണിനെയും വൈനെയും എക്സിനെ എക്സ് വൺ പ്ലസ് എക്സ് ടു എന്നും വൈനെ വൈ വൺ പ്ലസ് ടു എന്നും ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ടി എക്സ് വൺ പ്ലസ് ടി എക്സ് ടു എന്ന് വരും അല്ലേ? ഇനി ഞാൻ എക്സ് വണ്ണിനെയും വൈ വണ്ണിനെയും ഇമേജ് ഓഫ് പിയിലും വൈ ടുവിനെയും എക്സ് ടുവിനെയും കേർണൽ ഓഫ് പിയിലും ആക്കി എടുക്കാം. അപ്പോൾ ടി എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് പിയിൽ വരും. അപ്പോൾ ടി എക്സ് വൺ തന്നെ. ടി എക്സ് ടു എന്ന് പറഞ്ഞാൽ കേർണൽ ഓഫ് പിയിൽ വന്നു. അപ്പോൾ അത് 0 ആയിപ്പോയി. അപ്പോൾ ഇനി ടി എക്സ് ടുവിനെ നോക്കണ്ട, വൈ വൺ പ്ലസ് വൈ ടു അതേപോലെ എഴുതി. ഇനി നോക്കിയേ, ടി എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് വൺ തന്നെയായിരിക്കും. കാരണം നമ്മൾ ഇമേജ് ഓഫ് പിയിൽ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് എങ്ങനെ എഴുതാമെന്നറിയോ? ടി എക്സ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. അത് ഐഡൻറ്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ടി എക്സ് വണ്ണിന് നമുക്ക് എക്സ് വൺ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാം. എക്സ് വൺ പ്ലസ് വൈ വൺ പ്ലസ് ഇന്ന പ്രോഡക്റ്റ് എക്സ് വൺ പ്ലസ് വൈ ടു എന്ന് വരും. ഇനി എക്സ് വൺ ഇന്ന പ്രോഡക്റ്റ് എക്സ് വൺ വൈ ടു എന്തായിരിക്കും എന്നറിയോ? ഇന്ന പ്രോഡക്റ്റ് എക്സ് വൺ വൈ ടു എന്ന് പറയുന്നത് ഇമേജ് ഓഫ് പിയിലും കേർണൽ ഓഫ് പിയിലുള്ള ഇന്ന പ്രൊഡക്റ്റിൻ്റെ എലമെൻറ്റാണ്. ഇതെന്താ? നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട് ഓർത്തോഗണലാണ്. അപ്പോൾ ഇതെന്തായി? 0 ആയിപ്പോയി. ഓർത്തോഗണലാണെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് 0. അപ്പോൾ നമുക്ക് എക്സ് വൺ വൈ വൺ എന്ന് കിട്ടി. അതേപോലെ തന്നെ സിമിലർ ആയിട്ട് ഇന്ന പ്രൊഡക്റ്റ് എക്സ് ടി വൈ കാണുക. ഇതിലും നമ്മൾ എന്ത് ചെയ്യുക? എക്സിനെയും വൈനെയും എക്സ് വൺ പ്ലസ് എക്സ് ടു എന്നും വൈ വൺ പ്ലസ് വൈ ടു എന്നും ചെയ്യാം. ടി വൈ ടു എന്തായി പോകും? 0 ആയി പോകും. കാരണം കേർണൽ ഓഫ് പിയിലാണ് വൈ ടു. അപ്പോൾ ഇനി ടി വൈ ടുവിനെ നമുക്ക് നോക്കണ്ട, ടി വൈ വണ്ണിനെ നോക്കിയാൽ മതി. ടി വൈ വൺ എന്താവും? വൈ എൻ ആവുമല്ലോ. കാരണം എന്താ? നമ്മൾ വൈനെ എവിടെ നിന്ന് എടുക്കുന്നത്? ഇമേജ് ഓഫ് പിയിൽ. അപ്പോൾ ടി വൈ എന്തായി മാറും? വൈ ആയി മാറും. അപ്പോൾ ഇനി ടി വൈ വണ്ണ് വൈ വൺ ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇന്ന പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് വൺ വൈ വൺ ഇന്ന പ്രൊഡക്റ്റ് പ്ലസ് ഇന്ന പ്രൊഡക്റ്റ് എക്സ് ടു വൈ വൺ എന്ന് വരും. എക്സ് ടു വൈ വൺ എന്ന് പറഞ്ഞാൽ കേർണൽ ഓഫ് പിയിലും ഇമേജ് ഓഫ് പിയിലും. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? ഈ ഇന്ന പ്രൊഡക്റ്റ് 0 ആയി. അപ്പോൾ എന്ത് വന്നു? എക്സ് വൺ വൈ വൺ ഇന്ന പ്രൊഡക്റ്റ്. അപ്പം ഇന്ന പ്രൊഡക്റ്റ് ടി എക്സ് വൈയും ഇന്ന പ്രൊഡക്റ്റ് എക്സ് ടി വൈയും ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്തായി? ഈ ഒരു കണ്ടീഷൻ ആയാലോ? നമ്മൾ രണ്ട് ഭാഗവും പ്രൂവ് ചെയ്തു.